നമസ്കാരം, സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വരിക. വീഡിയോയിലേക്ക് കിടക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാട്. മലനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാൽ. മലപ്പുറത്തെ പൊന്നാനി കനാൽ ആണ് ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽമഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാംഗോ ഷവർ. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽമഴ മാംഗോ ഷവർ എന്നറിയപ്പെടുന്നു. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 5. ഡിസംബർ 5 ആണ് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേരെന്താണ്? സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. പെരിയാർ വന്യമൃഗ സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന് തേക്കടി വന്യജീവി സങ്കേതമെന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ 10ാമത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ് ആണ്. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1950-ലാണ്. ഒന്നും കൂടി പറയാം. കേരളത്തിലെ തന്നെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഇടുക്കി ജില്ലയിലെ പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950-ആണ്. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. KSEB സ്ഥാപിതമായ വർഷം? 1957 മാർച്ച് 31. 1957 മാർച്ച് 31-നാണ് KSEB സ്ഥാപിതമായത്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം കാറ്റ്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജമാണ് കാറ്റ്. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 1917-ലെ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം? മിതവാദി. 1917-ലെ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദി. 1913-ൽ ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ ആരാണ്? 1913-ൽ ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ? ആഗമാനന്ദ സ്വാമി. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമിയാണ്. സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ എന്ന സന്യാസിനി സംഘടന സ്ഥാപിച്ചത്. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവാര്? തിരുനാൾ കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന്റെ
കൃതിയാണ് തിരുനാൾ കുമ്മി. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് IK കുമാരൻ മാസ്റ്റർ. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപം. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം. 90-ാം ആണ്ട് ലഹള. എന്താണ് 90-ാം ആണ്ട് ലഹള? പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? പേരാൽ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? പേരാലാണ്. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? 12-18. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി 12-18 പ്രാവശ്യം ശ്വസിക്കുന്നു. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ? ഫാഗോസൈറ്റോസിസ്. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ 43 ജോഡി. മനുഷ്യ ശരീരത്തിൽ 43 ജോഡി നാഡികളുണ്ട്. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിനു കാരണം? യൂറോക്രോം. യൂറോക്രോം ആണ് മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിനു കാരണം. പേശീക്ലമത്തിന് കാരണമാവുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? ലാക്റ്റിക് ആസിഡ്. പേശീക്ലമത്തിന് കാരണമാകുന്നത് ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതാണ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ? തൈറോക്സിൻ. അയഡിൻ അടങ്ങിയ ഹോർമോണാണ് തൈറോക്സിൻ. അയഡിൻ അടങ്ങിയ ഹോർമോണാണ് തൈറോക്സിൻ. അയഡിന്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വിങ്ങുന്ന രോഗാവസ്ഥയാണ് ഗോയിറ്റർ. ഈ തൈറോക്സിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയാണ് തൈറോക്സിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. തൈറോക്സിൻ ഹോർമോണിന്റെ ഉൽപ്പാദനത്തിനാവശ്യമായ ധാതുവാണ് അയഡിൻ. തൈറോക്സിന്റെ ഉൽപ്പാദനക്കുറവിന്റെ ഫലമായി മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് മിക്സഡിമ. വിറ്റാമിനുകളുടെ ലയത്വമനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? 2. വിറ്റാമിനുകളുടെ ലയത്വമനുസരിച്ച് അവയെ 2ആയി തിരിച്ചിരിക്കുന്നു. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി? സ്നേഹപൂർവം. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം? 3. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം 3. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം? കരൾ. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ. കരളിന്റെ പ്രത്യേകതകൾ നോക്കാം. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നു. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കരൾ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവമാണ് കരൾ. ഒന്നും കൂടി പറയാം. ശരീരത്തിലെ രാസപരീക്ഷണശാലയാണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവമാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റിൽ?
തേർഡ്, സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റിലാണ്? തേർഡ് ഓർബിറ്റിലാണ്. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകും? ഹൈഡ്രജൻ. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം? ഇലക്ട്രിക് ഫാൻ. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രിക് ഫാൻ. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയുന്നു. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയുന്നു. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം? ഹൂക്സ് നിയമം. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം എന്താണ്? ഹൂക്സ് നിയമം. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം? പസഫിക് സമുദ്രം. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏതു സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. മെർക്കുറിക് ഓക്സൈഡിനെ ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്. നമ്മളിന്ന് 40 ക്വസ്റ്റ്യൻസും അതിൽ ചിലതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ എത്ര ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാമായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.